ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ആതിരാജലം വ്ലോഗ്സ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ആക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായി പോയത് കൊണ്ടാണ് കേട്ടോ. അതിനും കൂടി പകരമായിട്ട് ഫുൾ അപ്ഡേഷൻസ് നമ്മൾ ഈ 3 ഡേയ്സ് വന്ന എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. 1499 കളക്ഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് വഴി ഒന്ന് ജോയിൻ ചെയ്യാം. അപ്ഡേഷൻസ് കാണാം. നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ അപ്ഡേഷൻസ് വാട്സപ്പിൽ ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഗ്രൂപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേഷൻസ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് 1250 + 70 രൂപയുടെ കോട്ടൺ ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ് 1150 രൂപയുടെ മെറ്റീരിയലാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. തൊട്ട് മുമ്പ് കണ്ടത് 1250 + 70 രൂപ കൊറിയർ ചാർജ് ഉള്ള മെറ്റീരിയലാണ്. ഇത് 1150 ഫ്രീ ഷിപ്പിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ട് ഷോളാണെങ്കിലും ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഒരു ഷോളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 950 + 70 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്നത്. 950 + 70 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം ബുക്ക് ചെയ്യേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് വിചിത്രയിൽ വരുന്നതാണ്. 1199 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ സെമി സിൽക്കിലും സെമി ജൂട്ടിലും അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് കാര്യങ്ങളൊക്കെ. ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ അഡ്രസ്സ് അയയ്ക്കുക, അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ്. കുറേ ആൾക്കാർക്ക് അധികം പേർക്ക് ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെ ഏത് വിധത്തിലാണെന്നൊക്കെ അറിയാൻ പാടില്ലാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വിധം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ദെൻ നമുക്ക് വാട്സപ്പ് നമ്പറിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് തരിക. ആ സ്ക്രീൻഷോട്ട് നമുക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. സോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾ അഡ്രസ്സ് അയയ്ക്കുക, അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കത് കൊറിയർ ഡിസ്പാച്ച് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഡിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറിയർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാനും ഡിലേ വരും. സെയിം ഡേയിൽ തന്നെ നമുക്ക് ഒരു 4 മണി 3 മണിയൊക്കെ മുമ്പേ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഡേയിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യാം. DTDC ആണ് ലാസ്റ്റ് പോകുന്ന 4 മണിയുടെ കൊറിയർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇന്ത്യ പോസ്റ്റിൽ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തതായിരിക്കും. നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഐറ്റംസ് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ തന്നെയായിരിക്കും മേടിക്കുന്നതും അയക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചാർജ് നോർമൽ കൊറിയർ ചാർജ് 80 റുപ്പീസാണ്. പക്ഷെ നമ്മൾ 70 റുപ്പീസാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ അല്ല. ഓൺലൈൻ ഷിപ്പിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഇൻ്റർനാഷണൽ അവൈലബിൾ അല്ല. നമ്മൾ ഇന്ത്യ ടു ഇന്ത്യയിൽ ഫുള്ളിൽ മാത്രമേ നമുക്ക് ഷിപ്പിംഗ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മാക്സിമം കോൾസ് അവോയ്ഡ് ചെയ്യുക. കോൾസ് എടുക്കാനായിട്ടുള്ള ഒരു ടൈം നമുക്ക് ഗ്യാപ്പ് കിട്ടാറില്ല. സോ നിങ്ങൾ കോൾസ് അവോയ്ഡ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ത്രൂ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പിൽ ഒരു ഇച്ചിരി ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അപ്ഡേഷൻസ് കാണുക, ബുക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്ഡേഷൻസ് ഇടുന്ന ഒരു അഡ്മിൻ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. 2 അഡ്മിൻ നമ്പറാണ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ളത്. സോ അതിലേതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 2 നമ്പറിലും അറ്റ് എ ടൈമിൽ റിപ്ലൈ കിട്ടും എന്ന് വിചാരിച്ച് മെസ്സേജ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു നമ്പറിൽ അപ്ഡേഷൻസ് വരുന്ന ഏത് നമ്പറിലാണോ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.